മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി ശക്തമായ നിലയിൽ നിൽക്കുന്നതാണ് ഈ ആഴ്ച നമ്മൾ കണ്ടത്. പ്രത്യേകിച്ചും മാർക്കറ്റ് ഒരല്പം താഴേക്ക് പോകും എന്ന് കരുതിയിരുന്നപ്പോഴാണ്, 8000-ലും താഴെ പോയപ്പോൾ വീണ്ടും താഴേക്ക് പോകും എന്ന് കരുതിയിരുന്നു. പക്ഷേ അവിടെ നിന്നെല്ലാം പൊതുവെ മാർക്കറ്റിൻ്റെ ഒരു പ്രതീക്ഷകൾക്ക് വിപരീതമായി പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ വലിയൊരു മുന്നേറ്റം വ്യാഴാഴ്ച ദിവസം കാണുകയായിരുന്നു. എന്തു തന്നെയായാലും വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റി CEO എൻ ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, തീർച്ചയായും എല്ലാവരും പൊതുവെ അനലിസ്റ്റുകൾ എല്ലാവരും കരുതിയത് 8000-ൽ താഴെ പോയപ്പോൾ ഒരു 7800 വരെ നിഫ്റ്റി പോയേക്കും എന്നായിരുന്നു കരുതിയത്. പക്ഷേ ഇതൊരു ക്ലാസിക് മൾട്ടി ഇയർ ബുൾ റൺ ആണ് എന്ന് വ്യക്തമായി തെളിയിക്കുന്ന തരത്തിലായിരുന്നു ഈ റിക്കവറി വന്നത് വ്യാഴാഴ്ച ദിവസം. അത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് മോശമായിട്ടായിരുന്നു. പക്ഷേ US ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് കൂട്ടേണ്ട എന്ന തീരുമാനം അതിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അത് വന്ന് എനിക്ക് തോന്നുന്നത് 9:30 ആയപ്പോൾ, 9:15 ഓപ്പൺ ചെയ്തത് മോശമായിട്ട് ഓപ്പൺ ചെയ്തു വ്യാഴാഴ്ച. പക്ഷെ 9:30 വലിയ ഓളിയത്തിൽ ഒരു സർജ് കാണുകയായിരുന്നു ഉണ്ടായിരുന്നു. ശരിയാണ്. മേജർ 2 ന്യൂസ്. ഒന്ന്, ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ്. അതിനു മുമ്പ് തന്നെ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ എന്നുള്ള ഒരു ഫിയർ മാർക്കറ്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ മാർക്കറ്റ് അതിനോട് റിയാക്ട് ചെയ്തു. ആ ഒരു കറക്ഷൻ നേരത്തെ തന്നെ സംഭവിച്ചു. ദെൻ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് അസംബ്ലി ഇലക്ഷൻ തന്നെയായിരുന്നു. BJPക്ക് പ്രതികൂലമായി ഒരു വെർഡിക്റ്റ് വന്നു. അത് പ്രതീക്ഷിച്ചതല്ല, മാർക്കറ്റ് എല്ലാം പ്രതീക്ഷിച്ച് BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധിയായിരുന്നു. അതിലെതിര് വന്നു. പക്ഷേ ഇതൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തുള്ളൂ. വളരെ ഷാർപ്പായിട്ടുള്ള ഫെഡിന്റെ തീരുമാനം പോസിറ്റീവായിരുന്നു, റിസൾട്ട് നെഗറ്റീവായിരുന്നു. പക്ഷേ അതൊന്നും ഇമ്മീഡിയറ്റ് ഇക്കണോമിയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ പോകുന്നില്ല. അത് കുറച്ചുകൂടെ BJP കുറച്ചുകൂടെ കോഷ്യസ് ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഒരു വാർണിംഗ് പോലെ BJPക്ക് വേണമെങ്കിൽ അത് എടുക്കാം. അപ്പോൾ ഇത് രണ്ടും നെഗറ്റീവ്. ഒരു കാര്യം, ഒന്ന് ഗ്ലോബൽ ന്യൂസ് നെഗറ്റീവ് ആയില്ല. അതുപോലെ ഇന്ത്യൻ പൊളിറ്റിക്കൽ ന്യൂസ് ഇമ്മീഡിയറ്റ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാനേ കഴിഞ്ഞുള്ളൂ. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ എല്ലാ അനലിസ്റ്റുകളെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് തിരിച്ചു വന്നത്. കാരണം 8200-ൽ വന്ന സമയത്ത് എല്ലാ അനലിസ്റ്റുകളും മാർക്കറ്റിന്റെ പുതിയ ഹൈ പറഞ്ഞ സമയത്താണ് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു. 8000 മാർക്കിലേക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്തോറും ഈ പറയുന്ന എല്ലാ അനലിസ്റ്റുകളും മാർക്കറ്റിനെ കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ നല്ല സ്റ്റോക്കുകൾ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ്. നമുക്കറിയാം, റിലയൻസ് ഇൻഡസ്ട്രീസ് ഒക്കെ 1000 ബിലോയിലേക്ക് വീണ്ടും പോകുന്നു. L&T, ജിൻഡാൽ സ്റ്റീൽ, BHEL പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ നമ്മൾ കണ്ടു. ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള സ്ട്രാറ്റജിയാണ്. കാരണം ഒരു കാരണവശാലും പുതിയ ഡൗൺ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയില്ല. അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനാണ് മാർക്കറ്റിന് സാധ്യത കൂടുതൽ. കാരണം ബെറ്റർ ആയിട്ടുള്ള GDP വരാം, അതിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് താഴേക്ക് വരുന്നതും ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നതും, അങ്ങനെ അനുകൂലമായി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയുന്നു. ഒട്ടനവധി അനുകൂല ഘടകങ്ങൾ മാർക്കറ്റിലുണ്ട്. പക്ഷെ അതുകൊണ്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കറക്ഷൻ സംഭവിക്കാം. കാരണം നെക്സ്റ്റ് മന്തോടുകൂടി വീണ്ടും ഒരു റിസൾട്ട് സീസൺ വരുന്നു. അത് മാർക്കറ്റിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ കറക്ഷൻസും ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ടുമാണ് ഇൻവെസ്റ്റേഴ്സ് ഈ മാർക്കറ്റിൽ ഇത്തരം കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച കണ്ട ആ ഒരു പെട്ടെന്നുള്ള ഒരു ഓളിയത്തിലുണ്ടായ സർജും ആ മുന്നേറ്റവും അമ്പരപ്പിക്കുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു സ്പീഡായിരുന്നു, ഒരു ബ്രെത്ത് ടേക്കിംഗ് പേസിലായിരുന്നു അത് വന്നത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബുൾ റണ്ണിന്റെ അകത്ത് മാത്രം സംഭവിക്കുന്ന പ്രതിഭാസം. തീർച്ചയായിട്ടും. കാരണം സെൽ ഓഫ് വരുന്ന സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിക്കും. അതിന്റെ ഒരു അണ്ടർ കറന്റ് ഈസ് വെരി സ്ട്രെങ്ത്. അതാണ് അത് കാണിക്കുന്നത് നമ്മളെ. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു വാർണിംഗ് കൂടിയാണ്. കാരണം മാർക്കറ്റിൽ എല്ലാം എക്കണോമി ബെറ്റർ ഷേപ്പിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സെൽ ഓഫ് അല്ലെ കറക്ഷൻസ്, അതൊക്കെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ടത്. പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് L&T ആണെങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിലും റിലയൻസ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഫ്രണ്ട് ആൻഡ് സ്റ്റോക്കിലും ഈവൻ മിഡ് ക്യാപ്പിലൊക്കെ തന്നെ വലിയൊരു സെൽ ഓഫാണ് സംഭവിച്ചത്. കാരണം ഒരു 200 പോയിന്റ്സിന്റെ കറക്ഷൻ അല്ല, സ്റ്റോക്കിൽ സംഭവിച്ചത് വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് പല സ്റ്റോക്കിലും സംഭവിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു എൻട്രി പോയിന്റ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുക എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഒരു ബുൾ റൈഡിന്റെ സെൽ ഓഫ് വരുന്നതിൽ അതിലും ഷാർപ്പായിട്ടുള്ള മാർക്കറ്റിൽ റിക്കവറി വരുന്നു എന്നുള്ളതാണ്. FIS ഒരു സെല്ലിംഗ് മോഡിലേക്ക് ലാസ്റ്റ് വീക്ക് പോയിരുന്നു. ഡൊമസ്റ്റിക് നിക്ഷേപകൻ പഠിക്കേണ്ട പാഠങ്ങൾ, ബുൾ റൈഡിൽ വലിയ ഒരു സെൽ ഓഫ് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന സ്റ്റോക്ക് മികച്ച സ്റ്റോക്ക് ആണെങ്കിൽ അത് ഒരു നിലവാരത്തിൽ എത്തിയാൽ പിന്നെ വീണ്ടും താഴുമെന്ന് കരുതി കാത്തിരിക്കാതെ വാങ്ങുക എന്നതാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ നോർമലി മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് വരുമ്പോൾ ടോട്ടൽ ചുറ്റും നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ 8000 ബിലോ മാർക്കറ്റ് മൂവ് ചെയ്ത സമയത്ത് എല്ലാ അനലിസ്റ്റുകളും എല്ലാ ന്യൂസും വളരെ നെഗറ്റീവ് ആയിരുന്നു. ഒരു നോർമൽ ഇൻവെസ്റ്റർ
ബൈയിങ്ങിനുള്ള സ്ട്രെങ്ത് അവർക്ക് കിട്ടില്ല, മെന്റൽ സ്ട്രെങ്ത് കിട്ടില്ല. ഇപ്പോൾ L&T 1520 വരുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാരണം ചുറ്റും കാണുന്ന ന്യൂസ് വളരെ നെഗറ്റീവാണ്. ഇത് മാറ്റുക, കാരണം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സ്റ്റോക്കിന്റെ പാർട്ടായി മാറുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് ആളുകൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ടോട്ടൽ ഇക്കണോമിക് സിറ്റുവേഷനിൽ മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. കറക്ഷൻ ഇനിയും മാർക്കറ്റിൽ സംഭവിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ദീപാവലിക്ക് മുമ്പ് തന്നെ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. അത് വീണ്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയത്തെ ഓരോ ഡിപ്പ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറക്ഷൻസും ഇൻവെസ്റ്റ്മെന്റിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ദീപാവലി വരെയുള്ള ആ സമയത്ത് അതിന്റെ ഒരു റേഞ്ച് എങ്ങനെയായിരിക്കും? റേഞ്ച് 7,800-850 എന്ന് പറയുന്നതാണ് ഇമ്മീഡിയറ്റ് വരാവുന്ന. നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞ 7,950 തന്നെയാണ് അഗൈൻ ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. ദെൻ സെക്കൻഡ് ലെവൽ 7,800-850 എന്ന് പറയുന്ന ലെവൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അല്ല, അതേപോലെ തന്നെ 800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 7,500 എന്ന് പറയുന്ന ഒരു മാർക്കുണ്ട്. അത് ചിലപ്പോൾ ദീപാവലിക്ക് മുമ്പ് വരാനുള്ള സാധ്യത കുറവാണ്. എന്ത് തന്നെയാണെങ്കിലും 7,500 എന്ന് പറയുന്ന അതിനടുത്തൊരു മാർക്ക് ടച്ച് ചെയ്തിട്ട് ഫർദർ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ളൊരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഒരു കറക്ഷൻ മാർക്കറ്റിൽ ആവശ്യമാണ്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ 500 പോയിന്റിന്റെ കറക്ഷൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അല്ല, പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഏതെങ്കിലും ന്യൂസ് നെഗറ്റീവായി വന്നാൽ അതൊരു ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സിന് ഞാനൊരു വാർണിംഗ്, അതല്ലെങ്കിൽ ആ ഒരു സമയത്ത് മാർക്കറ്റിൽ സെൽ ഓഫ് വരുമ്പോൾ നമുക്കൊരു ഫിയർ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. 7,850-800 എന്ന് പറയുന്ന മാർക്ക് ഒരു ഫൈനൽ ബൈയിങ് റേഞ്ച് തന്നെയാണ് ദീപാവലിക്ക് മുമ്പ്. ദീപാവലിക്ക് ശേഷമോ ദീപാവലിക്ക് മുമ്പോ 7,500-550 എന്ന് പറയുന്ന ഒരു ലെവൽ ടച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദീപാവലിയുടെ മാർക്കറ്റ് 8,400 എന്ന് പറയുന്ന ലെവലിലേക്ക്, ദീപാവലി എന്ന് പറയുമ്പോൾ ഒക്ടോബർ മാസം 1 മന്തിനുള്ളിൽ സംഭവിക്കാവുന്നതാണ്. 7,850 അതിന് മുൻപ് അപ്സൈഡ് പോവുകയാണെങ്കിൽ 8,400 എന്ന് പറയുന്ന അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം. ഇതാണ് മൂവിംഗ് റേഞ്ച്. പ്രധാനമായിട്ടും നെക്സ്റ്റ് മന്തോടുകൂടി റിസൾട്ട് സീസണാണ്. അപ്പോൾ ആ റിസൾട്ട് സീസൺ വളരെ നമ്മൾ ഓരോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടാകാം. അപ്പോൾ അതും വളരെ നെക്സ്റ്റ് മന്തോടുകൂടി വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. അതിൻ്റെ റിസൾട്ട് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ റിസൾട്ടൊക്കെ ബെറ്ററായി വന്നാൽ ദീപാവലിയോട് കൂടി മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. മറ്റൊന്ന്, ചില ഓഹരികളെങ്കിലും വലിയ വാർത്തകൾ സൃഷ്ടിച്ച് ഇതിനിടയിലും നിൽക്കുന്നു. പ്രത്യേകിച്ചും സൺഫാർമയെ സംബന്ധിച്ച് അവരുടെ ഹലോൾ പ്ലാന്റിൽ നടത്തിയ USFDAയുടെ പരിശോധന, അതിൻ്റെ ഫലം എപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം. അത് ഒരു ക്ലോസ് 483 എന്ന് പറയുന്ന ഒരു വാർണിംഗ് സിഗ്നൽ കൊടുത്താൽ ഒരു പക്ഷേ സ്റ്റോക്ക് ഏത് റേഞ്ച് വരെ താഴ്ന്നേക്കും. കാരണം മികച്ച ഒരു സ്റ്റോക്കായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. 760 ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞല്ലോ, ഒരു മേജർ സെൽ ഓഫ് വരികയാണെങ്കിൽ 760 ലെവൽ വരെ മൂവ് ചെയ്യാം. 780 to 760 എന്ന് പറയുന്ന അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു ബൈയിങ് റേഞ്ച് ആയിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യും. ഇതൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 760 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് ലെവലാണ് സൺഫാർമയെ സംബന്ധിച്ച്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ചില സംശയങ്ങൾ, നിക്ഷേപകരുടെ ചോദ്യങ്ങൾ. ഷാഹുൽ ഹമീദ്, അദ്ദേഹം അരവിന്ദോ ഫാർമോ, ബർജർ പെയിൻസ്, ഗൃഹ ഫിനാൻസ്, JK ടയർ, ലാവപ്പല, PTC ഇന്ത്യ ഫിനാൻസ്, വോൾട്ടാസ് തുടങ്ങി കുറേ സ്റ്റോക്കുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഒന്ന് പറയാമോ? സ്റ്റോക്കുകൾ എല്ലാം ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇതിൽ അരവിന്ദോ ഫാർമ അഗൈൻ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂല് വളരെ സേഫ് ആയിട്ടുള്ള ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 840 and 790 800 ബിലോ പോവുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും അക്യുമുലേറ്റ് ചെയ്യുക. 960 ഈ ഒരു റൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ദീപാവലിയോട് കൂടി 960 ലെവലിലേക്ക് പോകാം. ഫാർമ സെക്ടറൊക്കെ തന്നെ വലിയൊരു റൈഡ് സംഭവിച്ചു കഴിഞ്ഞു. ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫാർമ സെക്ടർ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഡ്വൈസബിൾ അല്ല. കാരണം ഡോളർ സ്ട്രെങ്ത് ചെയ്ത് നിൽക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഒരു റൈഡിനുള്ള ഒരു പ്രധാന റീസൺ. ദെൻ ബർഗർ പെയിന്റ് ആണ്. ബർഗർ പെയിന്റ് ഒരു സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 340 312 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 390 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ JK ടയർ ഫണ്ടമെന്റലി സൗണ്ട് ആണ്, ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. ദെൻ ഈ സ്റ്റോക്ക് ഇദ്ദേഹത്തിന്റെ PTC ഇന്ത്യ, വോൾട്ടാസ് പോലെ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഈ ഒരു കറക്ഷൻ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഉള്ളൊരു ഇൻവെസ്റ്റ്മെന്റിലുപരി ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയോട് കൂടിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അഡ്വൈസബിൾ. ഇക്കോണമി ബൂം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഏറ്റവും ആദ്യം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രതിഫലിക്കുന്നത് ഓട്ടോ മേഖലയിലാണ്. ഇപ്പോൾ പാസഞ്ചർ കാർ മേഖലയുടെ സെയിൽസ് ഫിഗേഴ്സ് മാരുതിയുടെ ആണെങ്കിലും ടാറ്റ മോട്ടോഴ്സിന്റെ മാത്രമാണ് ആഭ്യന്തര വിപണിയിൽ, ഇന്ത്യൻ വിപണിയിൽ അല്പം മോശമായത്. പക്ഷേ അവരും ജാഗ്വാർ ലാൻഡ് റോവറിൽ വലിയ രീതിയിൽ യൂറോപ്പിൽ വിൽപ്പന നടത്തുന്നു.
പാസഞ്ചർ കാർ ഇതര വിഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ഫോഴ്സ് മോട്ടോഴ്സ് പോലെയുള്ള കമ്പനികൾ അല്ലെങ്കിൽ SML ഇസൂസു പോലെയുള്ള കമ്പനികൾ അതെല്ലാം ആംബുലൻസ് ഒക്കെ നിർമ്മിക്കുന്ന കമ്പനികളാണ്. ആംബുലൻസ്, ലോറി, ഇതിനെല്ലാം ആ സ്റ്റോക്കുകളെല്ലാം ഇപ്പോൾ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സ് ഏകദേശം 1000 രൂപയായി, അല്ലെങ്കിൽ SML ഇസൂസു മുന്നേറ്റം കുറിച്ചു. ഇതിനോടൊപ്പം അപ്പോൾ ഈ വാഹന ഘടകങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ, നമ്മൾ നേരത്തെ പലതവണ പരാമർശിച്ച വാപ്കോ അല്ലെങ്കിൽ മദേഴ്സൺ സുമി, ഭാരതി ഗിയേഴ്സ്, ഇങ്ങനത്തെ ധാരാളം കമ്പനികളുണ്ട്. ഇവയ്ക്ക് വലിയൊരു പ്രാധാന്യം കൈവരികയില്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന മോഡിയുടെ മുദ്രാവാക്യം അത് കൂടുതൽ തൊഴിലവസരങ്ങളും കൂടുതൽ ഇങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് തന്നെ. ഇത് മദേഴ്സൺ സുമി ഇപ്പോൾ F&Oയിൽ വന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു റൈഡ് സംഭവിച്ചു. അപ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസ് ആ സ്റ്റോക്കിൽ കാണിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു ലെവൽ 370 ലെവലിലേക്ക് വരികയാണ് മദേഴ്സൺ സുമി. ആ ഒരു സെഗ്മെന്റിൽ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. 460 വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ദെൻ അതിൽ SKF ഇന്ത്യയാണ് 1098 ആൻഡ് 980. ബിലോ 1000 ലെവൽ വരുമ്പോൾ അടുത്തൊരു മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കാം. അപ്പോൾ ആ സംഭവിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 980 ബിലോ 1000 തീർച്ചയായിട്ടും SKF ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. താങ്കൾ സൂചിപ്പിച്ച മദേഴ്സൺ സുമി ആണെങ്കിലും SKF ആണെങ്കിലും മൾട്ടിനാഷണൽ കമ്പനികൾ തീർച്ചയായിട്ടും രണ്ടും മൾട്ടിനാഷണൽ ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആണ്. മദേഴ്സൺ സുമിയെ സംബന്ധിച്ച് F&Oയിലേക്ക് വന്നു. അതുകൊണ്ട് ഒരു റൈഡ് സംഭവിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു പേഷ്യൻസ് കാണിക്കുക. ദെൻ മുഞ്ചാൽ ഷോവ, ഭാരത് ഫോർജ്, ഈ സ്റ്റോക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. അതുപോലെ തന്നെയാണ് ബാറ്ററി എക്സൈഡ്, ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇത് തന്നെ എക്സൈഡ്, മഹാരാജ, അമർരാജ ബാറ്ററി ഫണ്ട്, ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നല്ല ബാലൻസ് ഷീറ്റ്. അതുപോലെ ടയർ, JK ടയർ, അപ്പോളോ ടയർസ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ മദേഴ്സൺ സുമി, SKF, ഭാരത് ഫോർജ്, അതുപോലെ JK ടയർ, അപ്പോളോ ടയർസ്, എക്സൈഡ് പോലെയുള്ള സ്റ്റോക്കുകളിലേക്ക്, കാരണം ഓട്ടോമൊബൈൽ സെക്ടർ ഈ കഴിഞ്ഞ 3 months ആയിട്ടും വളരെ നല്ല സെയിൽസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെക്ടറിൽ വളരെയധികം സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതോട് അനുബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഈ സ്റ്റോക്കുകൾ ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യുക ഇൻവെസ്റ്റേഴ്സ്. അടുത്ത കറക്ഷൻ സംഭവിക്കുമ്പോൾ ഈ സ്റ്റോക്കിൽ അക്യുമുലേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ കമ്പനികൾ, ഇപ്പോൾ മൾട്ടിനാഷണലായ മദേഴ്സൺ സുമി അല്ലെങ്കിൽ SKF, ഒപ്പം തന്നെ മറ്റ് എക്സൈഡ്, ടയർ കമ്പനികൾ, ഇവരുടെ എല്ലാം എനിക്ക് തോന്നുന്നു ഇത് വൺസ് അത് ഈ കമ്പനി സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം കൂടുതൽ കാപ്പക്സ് ഇതിൻ്റെ അകത്ത് മുടക്കേണ്ടതില്ല. അതായിരിക്കാം അവരുടെ ചെലവ് വലിയ ഗണ്യമായി കുറയുന്നു. അപ്പോൾ അവർക്ക് ഇനി വരാനിരിക്കുന്ന എല്ലാം പ്രോഫിറ്റ് അതായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും അത് ഇത് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓട്ടോമൊബൈൽ സെയിൽസ് ഇംപ്രൂവ് ചെയ്യുന്നത് ഇവരുടെ എഫിഷ്യൻസി മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി, പിന്നെ മേക്ക് ഇൻ ഇന്ത്യ, നല്ല ഗവൺമെന്റ്, പുതിയ GDP ഗ്രോത്ത്, ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. പിന്നെ സനൽ ഏറ്റവും നല്ല റിട്ടേൺ നമ്മൾ എല്ലാ എപ്പിസോഡും പറയുന്ന ഗോൾഡോ റിയൽ എസ്റ്റേറ്റോ അതിലൊക്കെ ഉപരി നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ഇക്വിറ്റി തന്നെയാണ്. അതെപ്പോഴും ചില സമയങ്ങളിൽ ഇക്വിറ്റിയെ സംബന്ധിച്ച് ചില സെൽ ഓഫ് വരാം, അതുപോലെ വളരെയധികം സ്പെക്കുലേഷൻ, ഇതുകൊണ്ടാണ് ആളുകൾ ഇതിൽ നിന്ന് മാറിപ്പോകുന്നത്. പക്ഷെ നല്ല കമ്പനികളുടെ പാർട്ടാവുക, എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ കുറച്ച് നല്ല സ്റ്റോക്കുകൾ ഐഡന്റിഫൈ ചെയ്യുക, അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ല റിട്ടേൺ നൽകാൻ സാധ്യതയുള്ളൂ. ഒരിക്കലും ടിപ്സിന് പുറകെ, ബാലൻസ് ഷീറ്റ് മോശമായ സ്റ്റോക്കിന് പുറകെ പോകാതെ എത്രയോ നല്ല ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക്. അതെ, ഇനി ഇക്വിറ്റി മാർക്കറ്റിന്റെ വർഷമാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനികളുടെ ഗ്രോത്ത് തന്നെയാണ്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലെ നല്ല ഗ്രോത്ത് ഉള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ചെയ്യേണ്ട കാര്യം. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് ഒരാളുടെ ചോദ്യം കൂടി നോക്കാം. അഷ്റഫ്, അദ്ദേഹത്തിന്റെ ചോദ്യം ഹിൻഡാൽകോ, BPCL, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ എന്നിങ്ങനെയുള്ള ഓഹരികളാണ്. ഇതിന്റെ ബൈ പ്രൈസ്, റെസിസ്റ്റൻസ്, സ്റ്റോപ്പ് ലോസ് എല്ലാം നല്ല ചോയ്സ് ആണ്. ഇതിൽ ഹിൻഡാൽകോ, ഒരു സെക്ടറിൽ നിന്ന് ഇത്രയും സ്റ്റോക്ക്, ഹിൻഡാൽകോ, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ അത്രയും വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കാം. പിന്നത്തെ ചോയ്സ് BPCL. BPCL ഇസ് എ വെരി ഗുഡ് ബൈ. കാരണം അടുത്ത കറക്ഷനിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 625-660 ആ ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുക. മാത്രമല്ല അതിലെനിക്കൊരു വാല്യൂഡേഷൻ ഉണ്ട്. കാരണം മുംബൈയിൽ ഇപ്പോൾ പറഞ്ഞത് BPCL കമ്പനി അധികാരികൾ പറഞ്ഞ അണ്ടർ റിക്കവറീസ് എല്ലാം കഴിഞ്ഞു, ചെലവെല്ലാം ക്രൂഡ് കൊണ്ടുവന്ന് സംസ്കരിക്കുന്നതിനുള്ള ചെലവെല്ലാം തീർന്നു, ഇനിയുള്ളതെല്ലാം ലാഭത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് പറഞ്ഞു. അത് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ചും ക്രൂഡ് വില കറന്റ് ലെവൽ ഇനി ക്രൂഡ് ഓയിൽ പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് വളരെയധികം പ്രോഫിറ്റ് കൂടാനുള്ള സാധ്യത. ക്രൂഡ് വില ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ ഔട്ട്ലുക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള ഔട്ട്ലുക്ക് വീണ്ടും താഴേക്ക് വരുമെന്ന തരത്തിലാണ് നമ്മൾ വായിക്കുന്നത്. 2 ആഴ്ച, അതുപോലെ ലോങ് ടൈം വ്യൂ, ഈവൻ ഈ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂല് ക്രൂഡ് ഓയിൽ പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്.
അപ്പോൾ ഇതിൽ ഹിൻഡാൽകോ 155 ലെവൽ, 150 ബിലോ പോകാനുള്ള സാധ്യത കുറവാണ്. വലിയൊരു സെൽ ഓഫ് വരികയാണെങ്കിൽ അതൊരു വലിയ ഗ്രേറ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഹിൻഡാൽക്കോയെ സംബന്ധിച്ച്. 150 ബിലോ, അപ്പോൾ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് 155 ആണ്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ BPCL 620 ആൻഡ് 560 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 720 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീൽ ഇപ്പോഴും റൈഡ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. 480 ആൻഡ് 450, ഈ 480-450 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒരു സെൽ ഓഫ് 7800 ലെവലിലേക്ക് നിഫ്റ്റി വരികയാണെങ്കിൽ മാത്രം അതിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ വരികയാണെങ്കിൽ ടാറ്റ സ്റ്റീൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആണ് ടാറ്റ സ്റ്റീൽ. അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ ചെറിയ കോൾ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഈ സ്റ്റോക്ക് ഇപ്പോൾ ഒരു കറക്ഷൻ മോഡിലാണ്. 200-180. അപ്പോൾ ജിൻഡാൽ സ്റ്റീലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് 180 എന്ന് പറയുന്ന ഒരു ഡൗൺ സൈഡ് റിസ്ക് നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അത് വരാം. 200 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ലെവലിലേക്ക് വരാം. അപ്പോൾ അത് വിചാരിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു ലെവലിലേക്ക് വരട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ് ചെയ്യും. ഇപ്പോൾ 2-3 സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. പിന്നെ ഒരേ സെക്ടറിൽ നിന്ന് 3 സ്റ്റോക്ക് വേണോ വേണ്ടയോ എന്ന് അഷ്റഫ് തീരുമാനിക്കുക. എനിക്കൊന്ന് 2 സ്റ്റോക്ക് ഇതിൽ ടാറ്റ സ്റ്റീലും ഹിൻഡാൽക്കോ ആയിരിക്കും കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള 2 സ്റ്റോക്ക് എന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീ ഭുവനേന്ദ്രൻ, ഒരു സംശയം കൂടി. പ്രത്യേകിച്ചും ഇപ്പോൾ അനലിസ്റ്റുകൾ എല്ലാവരും പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇതുവരെ അമേരിക്കയെയും യൂറോപ്പിനെയും ഒക്കെ ആശ്രയിച്ചായിരുന്നു നമ്മുടെ ഇക്കോണമി കുറേയൊക്കെ, കാരണം അവിടെ നിന്നെല്ലാം ഫണ്ട് വരുന്നു. ആ ഫണ്ടുകൾ ഇനി ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും പ്രതീക്ഷിച്ച പോലെ കിട്ടിയില്ല എങ്കിലും കൂടുതൽ ഏഷ്യ സ്പെസിഫിക് ആവുന്നു എന്നുള്ള ഒരു സാധനം വരുന്നു. അത് നമ്മുടെ കറണ്ട് അക്കൗണ്ട് കമ്മിയെ കുറയ്ക്കാൻ സഹായിക്കും. 2, നാണ്യപ്പെരുപ്പം. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രൂഡ് വില കുറയുന്ന പശ്ചാത്തലത്തിൽ നാണ്യപ്പെരുപ്പം ഗണ്യമായി കുറഞ്ഞേക്കും. പിന്നെ മൊത്തത്തിൽ ഇക്കണോമിക് ഉണ്ടായിരിക്കുന്ന ഒരു ഉണർവ്, പല കാര്യങ്ങളും വരുന്നു. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള കറക്ഷനുള്ള സാധ്യത വളരെ വളരെ കുറവല്ലേ? അല്ല, ഡീപ്പ് കറക്ഷൻ സംഭവിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. കാരണം എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസ് വന്നാൽ മാർക്കറ്റ് അതിനോട് വളരെ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യും. ഓരോ ബുൾ റൈഡ് ഇതിനു മുമ്പ് ഒക്കെ സംഭവിച്ചു, നമുക്ക് 2006-07 സംഭവിച്ച റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ ഡീപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിക്കും. പക്ഷെ ആ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ അതിലും ഷാർപ്പായിട്ടുള്ള പുൾ ബാക്കും സംഭവിക്കുന്നുണ്ട്. കാരണം എക്കണോമി വളരെ ശക്തമാണ്. അതുകൊണ്ട് സെൽ ഓഫ് സംഭവിക്കും. കാരണം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. കാരണം വൺ സൈഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി പോകുന്നവരെ സംബന്ധിച്ച് ചില സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് വരാം. FISനെ സംബന്ധിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വരുന്ന സമയത്ത് മാർക്കറ്റ് അതിനോട് ഇമ്മീഡിയറ്റ് റിയാക്ട് ചെയ്യും. അത് ചിലപ്പോൾ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫിന്റെ രീതിയിൽ വരാം. അതുകൊണ്ട് ഇനിയത്തെ ഒരു മൾട്ടി ഇയർ ബുൾ റൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റേഴ്സ് യാതൊരു ഫിയറും ആവശ്യമില്ല. കാരണം ഡീപ്പായിട്ടുള്ള കറക്ഷൻ ചിലപ്പോൾ സംഭവിക്കാം. പക്ഷെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചാൽ അതിലും ഷാർപ്പായിട്ടുള്ള റിക്കവറി മാർക്കറ്റിൽ സംഭവിക്കും. അങ്ങനെ ഒരു ഡീപ്പ് കറക്ഷൻ സംഭവിച്ചാൽ അതൊരു വലിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓരോ ഡിപ്പും ഇൻവെസ്റ്റ്മെന്റുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുക എന്നുള്ളതാണ്. കറക്ഷൻ സംഭവിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം എക്കണോമിയൊക്കെ നല്ല ഷേപ്പിലാണ്. ആ സമയത്താണ് അസംബ്ലി ഇലക്ഷൻ വന്നു. ആ ഇലക്ഷന്റെ റിസൾട്ട് കുറച്ച് മോശമായി, BJPക്ക് അനുകൂലമല്ല എന്നുള്ള ന്യൂസ് 130 പോയിന്റിന്റെ കറക്ഷനാണ് നിഫ്റ്റിയിൽ. ഇമ്മീഡിയറ്റ് പല സ്റ്റോക്കിലും വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വന്നു. അതിൽ ഫെഡിന്റെ മീറ്റിംഗിൽ ഇൻട്രസ്റ്റ് കൂട്ടും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില ന്യൂസ് ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് ചിലപ്പോൾ മാർക്കറ്റിൽ ഉണ്ടാക്കാം. പക്ഷെ ഇതൊക്കെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഡൗൺ സൈഡ് ബ്രേക്ക് ചെയ്ത് പോകില്ല, മാർക്കറ്റിൽ അപ്സൈഡ് ബ്രേക്ക് ചെയ്ത് പോകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അതുകൊണ്ട് ഓരോ കറക്ഷൻസും ഇൻവെസ്റ്റ്മെന്റിൽ ഓപ്പർച്യൂണിറ്റിയാണ്. ശരിയാണ് ശ്രീ ഭുവനേന്ദ്രൻ, താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും മാർക്കറ്റ് ബുള്ളിഷ് മാർക്കറ്റിൽ ഇടിവ് വരുമ്പോൾ അത് അവസരമാക്കുക. കാരണം നാളെ വീണ്ടും ഇടിയും, അപ്പോൾ എടുക്കാം എന്ന തരത്തിൽ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഷാർപ്പായിട്ടുള്ള തിരിച്ചുവരവ്, പുൾ ബാക്ക് അതിന്റെ ഉദാഹരണമാണ്. പലരും ഇനിയും ഇടിയും എന്ന് കരുതി കാത്തിരുന്നു. നല്ല ഓഹരികൾ കൂടുതൽ ഇടിയുമ്പോൾ വാങ്ങാം. അങ്ങനെ അതിന്റെ ആവശ്യമില്ല. നിക്ഷേപകനെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഐഡിയലായ യുക്തിസഹമായ വില ഒരു പ്രത്യേക ഓഹരി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിലയിൽ തന്നെ എടുക്കുക എന്നത് ശ്രദ്ധിക്കുക. കാരണം കറക്ഷൻസ് അവസരമാക്കേണ്ട ഒരു സാഹചര്യമാണ് എപ്പോഴും ബുള്ളിഷ് മാർക്കറ്റിൽ ഉള്ളത്. എന്തായാലും ഒരു മൾട്ടി ഇയർ ബുൾ റണ്ണിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും തുടരുന്നത് എന്ന കാര്യത്തിലും ഇപ്പോൾ അനലിസ്റ്റുകൾ ഏകദേശം 95% പേരും രാജ്യത്താകമാനം നടത്തിയ സർവേയിൽ യോജിക്കുന്നുമുണ്ട്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.